ഹായ് സ്റ്റുഡൻസ്, പ്രോബബിലിറ്റിയിലെ അടുത്ത ടോപ്പിക്കായ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിക്കാം. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യുക. ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞ് രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യുക. നമ്മൾക്കറിയാം ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രണ്ട് ഇവൻറ്റ്സിൽ ഒക്കർ ചെയ്യുന്നതാണ് ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്. ബോത്ത് ഇവൻറ്റ്സ് ഹാവ് ഒക്കേർഡ്, അതായത് രണ്ട് ഇവൻറ്റ്സിലും ഉള്ള ഇയിലും ഉണ്ട് എഫിലും ഉള്ളതിനെയാണ് നമ്മൾ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അതിനെ നമുക്ക് അതർവൈസ് നമുക്ക് പറയാം സൈമൾട്ടേനിയസ് ഒക്കറൻസ് എന്ന് പറയാം. അതായത് സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ് ഇ ആൻഡ് എഫ്, ഇയുടെയും എഫിന്റെയും സൈമൾട്ടേനിയസ് ഒക്കറൻസ് എന്ന് പറയും. സോ ഈ സൈമൾട്ടേനിയസ് ഒക്കറൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു ബോക്സിനകത്ത് എനിക്ക് 10 ബ്ലാക്ക് ബോളുണ്ട്, 5 വൈറ്റ് ബോളുണ്ട്. ഓക്കെ, ദെൻ ഇതിനകത്ത് നിന്ന് ഞാൻ 2 ബോൾ എടുക്കുകയാണ്, 2 ബ്ലാക്ക് ബോൾസ് എടുക്കുകയാണ്, 2 ബ്ലാക്ക് ബോൾസ് ഞാൻ എടുക്കുന്നു. ദെൻ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇതിനകത്ത് നിന്ന് ഞാൻ 2 ബോൾ ഡ്രോൺ ചെയ്യുന്നു, അതായത് 2 ബോൾ എടുക്കും. ദെൻ ആ എടുക്കുന്ന 2 ബോൾസ് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബിലിറ്റി ആകെ 10 ബ്ലാക്ക് ബോളുണ്ട്, 5 വൈറ്റ് ബോളും ഉണ്ട്. 2 ബോൾ ഞാൻ എടുക്കുവാണ്. ആ എടുക്കുന്ന ബോൾസ് രണ്ടും ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. വേണമെങ്കിൽ വൈറ്റും ആകാമല്ലോ. ദെൻ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, 2 ബോൾസ് ആണ് എടുക്കുന്നത്. ദെൻ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ളത്. അപ്പം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബോൾ ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ ബോളിനെ ഞാൻ തിരിച്ച്, അതായത് ബ്ലാക്ക് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ എടുക്കുന്നു, ദെൻ തിരിച്ച് വേറൊരു ബ്ലാക്ക് ബോൾ ഞാൻ ഈ ബോക്സിനകത്തോട്ട് ഇടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ആകെ 10 + 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇതിനകത്ത് 15 ബോൾസ് ഉണ്ട്. അപ്പോൾ ഒരു ബോൾ എടുത്തു കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് എത്ര ബോളുണ്ട്, 14 ബോൾസേ ഉള്ളൂ. ദെൻ തിരിച്ച് ഞാൻ ഒരു ബോളൂടെ ഇട്ടാൽ എനിക്ക് പിന്നെ 15 തന്നെ കിട്ടും. പക്ഷെ ഞാൻ ഇടുന്നില്ല. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ബാക്കി റിമൈനിങ് ഉള്ള 14 ബോൾസ് വെച്ചിട്ടാണ് എന്താ പറയുന്നത്, ഞാൻ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഞാൻ എടുത്തപ്പം ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഫസ്റ്റ് ബോള് ബ്ലാക്ക് കിട്ടാനുള്ള ബ്ലാക്ക് ബോൾ, ഫസ്റ്റ് ബോള് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അതായത് ആകെ 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ 15. അതായത് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 15 ആണ്. ദെൻ ഒരു ബോൾ അല്ലല്ലോ, 2 ബോൾ എടുക്കുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾസ് ഇൻ ദ സെക്കൻഡ് റോയിൽ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ എത്രയുണ്ട്, ഇനിയിപ്പോൾ എത്ര ബോൾസ് ഉണ്ട്, ആദ്യത്തെ 10 ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് ബോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ 9 ബ്ലാക്ക് ബോളും 5 വൈറ്റ് ബോൾ അതുപോലെ 5 എണ്ണം ഉണ്ട്. പക്ഷെ ബ്ലാക്ക് ബോൾ ഒന്ന് കുറഞ്ഞു, 9 ബ്ലാക്ക് ബോൾസേ ഉള്ളൂ. ദെൻ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോള് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എത്ര, 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ 14 ഉള്ളൂ. 9 + 5 എന്ന് പറഞ്ഞാൽ 14 അല്ല ഉള്ളൂ, 14 ഉള്ളൂ. സോ ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇവിടുത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ബ്ലാക്ക് ബോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു കണ്ടീഷൻ കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ സെക്കൻഡ് ബോള് ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ബോൾ നമ്മൾ എടുത്തു എന്നുള്ള കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ആ കണ്ടീഷനും കൂടെ വന്നു ഇവിടെ. ആ കണ്ടീഷൻ വന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ നമുക്കിവിടെ ഇപ്പോൾ 9 ബോൾസ് അല്ല അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ വന്നുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ദിസ് ഇസ് നത്തിങ് ബട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ്, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം,
is equal to 10/15 into 9/14. അപ്പോൾ ഈ 9/14 വന്നപ്പോൾ എന്താണ്? ആദ്യം നമ്മൾ പ്രോബബിലിറ്റി എടുത്തു. ഓക്കെ, 10/15 നമ്മൾ സാധാരണ പ്രോബബിലിറ്റി കണ്ടു. ദെൻ സെക്കൻഡ് പ്രോബബിലിറ്റി, സെക്കൻഡ് ബോൾ ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി വന്നപ്പോൾ നമുക്കൊരു കണ്ടീഷനും കൂടെ വന്നു. ഓൾറെഡി നമ്മൾക്ക് ഒരു ബ്ലാക്ക് ബോൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നൊരു കണ്ടീഷൻ കൂടി വന്നു. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ദിസ് ഈസ് നത്തിങ് ബട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. ദെൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 ഇവൻറ്റ്സ് എടുത്തല്ലോ. ആദ്യം പറഞ്ഞു ഇ ആൻഡ് എഫ് എന്ന 2 ഇവൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്, ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർസെക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ എഫ് എന്നും എഴുതാം. ബോത്ത് ആർ സെയിം. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ. അതായത് ഫസ്റ്റിന്റെ നമ്മൾ പ്രോബബിലിറ്റി എടുത്തു. അവിടെ നമ്മൾ വേറെ ഒന്നും കണ്ടീഷൻ പ്രോബബിലിറ്റി ഒന്നും അപ്ലൈ ചെയ്തില്ല. നമുക്ക് ആകെ 10 ബോൾ ഉണ്ട്. 10/15 എടുത്തു. ഫസ്റ്റിന്റെ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പിന്നെ സെക്കൻഡ് ബോളിന്റെ പ്രോബബിലിറ്റി എടുക്കാൻ നേരം, അതായത് സെക്കൻഡ് നമ്മൾ ഡ്രോ ചെയ്ത് പ്രോബബിലിറ്റി എടുക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്തു? പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ദ ഫസ്റ്റ് ഡ്രോൺ ബോൾ ഈസ് ബ്ലാക്ക്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, സോ നമ്മൾക്ക് പി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ബൈ ഇ എന്ന് എഴുതും. അപ്പം എന്തുകൊണ്ടാണ് എഫ് ബൈ ഇ എന്ന് വന്നത് മനസ്സിലായല്ലോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നെയാണ്. ഇപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ ഇ എങ്ങനെയായിരുന്നു എഴുതിയത്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ എന്നല്ല എഴുതി. ഓക്കെ, അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഇ ഇന്റർസെക്ഷൻ എഫും എഫ് ഇന്റർസെക്ഷൻ ഇയും സെയിം ആണല്ലോ. അപ്പോൾ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു, ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ ഇ. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, probability of E intersection F is equal to probability of E into probability of second, where probability of the first already occurred. അതായത് ഇത് കഴിഞ്ഞല്ലോ, ഇത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ സെക്കൻഡിന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ ഈ കണ്ടീഷനും കൂടെ എടുക്കണം. അതായത് ഫസ്റ്റ് ഓൾറെഡി ഇത് ഓൾറെഡി ഹാപ്പൻഡ് എന്നുള്ള പ്രോബബിലിറ്റി കണ്ടീഷനും കൂടെ നമ്മൾ ഇവിടെ എടുക്കണം. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഇവൻറ്റ്സ്, ഇപ്പം A1, A2, A3, A4, ഓക്കെ, ഇത്ര ഇവൻറ്റ്സ് 4 ഇവൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് A1, A2, A3, A4 അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ A4 ഇങ്ങനെ എഴുതാമല്ലോ. ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് വണ്ണിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ A2 അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് പ്രോബബിലിറ്റി ഇത് A1 ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, A1 ഓൾറെഡി ഹാപ്പൻഡ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 where A1 and A2 already happened. A1 intersection A2. Okay, അപ്പം A2ഉം A1ഉം ഇപ്പം കഴിഞ്ഞല്ലോ. Then into probability of A4 where A1 intersection A2 intersection A3. അപ്പം A4ന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ എത്ര? A3യും A2ഉം A1ഉം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ബൈ A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ബൈ A1 A2 A3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A4 ബൈ A1 A2. സോറി, ഇവിടെ A3 ഇല്ല, A1 A2 വരെയല്ല ഉള്ളൂ. A1 A2 A3 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു.
അതായത് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ വേറൊരു ബോൾ തിരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുന്നില്ല. ഓക്കെ, സോ ആദ്യത്തെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടു. രണ്ടാമത്തെ പ്രോബബിലിറ്റി കണ്ടപ്പോൾ ഫസ്റ്റിന്റെ പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ മെൻഷൻ ചെയ്തു. സോ ഫസ്റ്റ് ഇതിന്റെ പ്രോബബിലിറ്റി ഇതിവിടെ അഫക്റ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഹാപ്പൻ ചെയ്ത കാര്യം ഈ സെക്കൻഡ് പ്രോബബിലിറ്റി എടുത്തപ്പോൾ അഫക്റ്റ് ചെയ്തു. സോ അതായത് ഇതിനെ സെക്കൻഡിന്റെ പ്രോബബിലിറ്റി കണ്ടപ്പോൾ ഫസ്റ്റ് ബോൾ ഡ്രോൺ ചെയ്തത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തു. സോ ഇതിനെ നമുക്ക് ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറയാം. ഓക്കെ, ഈ സൈമൾട്ടേനിയസ് ഒക്കറൻസിനെ നമുക്ക് ഡിപ്പെൻഡന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് രണ്ട് ടൈപ്പ് പറയാം. ഡിപ്പെൻഡന്റ് ഇവന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പം ഈ വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ വേർഡ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഡിപ്പെൻഡന്റ് ഇവന്റ് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയിരിക്കും. അതായത് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ ദറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അപ്പം വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം 10 ബ്ലാക്ക് ബോളും 5 വൈറ്റ് ബോളും ഉണ്ട്. ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ബോൾ ഇതിനകത്ത് നിന്ന് എടുത്തു, ദെൻ തിരിച്ച് വേറൊരു ബ്ലാക്ക് ബോൾ തന്നെ ഞാൻ തിരിച്ച് ഇതിനകത്ത് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അതാണ് വിത്ത് റീപ്ലേസ്മെന്റ്. അതായത് റീപ്ലേസ് ചെയ്തു, ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് വേറൊരെണ്ണം വെച്ചു. അതാണ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെയിം പ്രോബ്ലം എടുക്കുന്നു. അവിടെ നേരത്തെ നമ്മൾ ചെയ്തത് 2 ബ്ലാക്ക് ബോൾസ് ഡ്രോൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പം ഫസ്റ്റ് പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ 10/15 ആണ്. ദെൻ ഇൻറ്റു, അപ്പം ഒരു ബോൾ എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത ബോൾ തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ എത്ര ബോളായി? പിന്നെയും 10 ബ്ലാക്ക് ബോൾ തന്നെ ആയി. ദെൻ അഗെയിൻ 10/15. ഓക്കെ, ഇതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞത്. സോ അതായത് ഈ കണ്ടീഷൻ ഇവിടെ ഇങ്ങനെ ഒരു ഇവന്റ് നടന്നു എന്നത് ഈ സെക്കൻഡിന്റെ പ്രോബബിലിറ്റി എടുത്തപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല. കാരണം അത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പിന്നെ അവിടെ 10 ബോൾ തന്നെ വന്നിട്ടുണ്ട്. സോ അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ഇവന്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുന്നു. എ കാർ ഡ്രോൺ ഈസ് എ സ്പേഡ്. എഫ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഇവന്റ് ദ കാർ ഡ്രോൺ ഈസ് ആൻ എയ്സ്. കാർഡിന്റെ കാര്യമൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റിയുടെ ആകെ 52 കാർഡ്സ് ഉണ്ട്, എത്ര സ്പേഡ് ഉണ്ട്, എത്ര എയ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയത്തില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. then അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം. സോ ഇത് ഫസ്റ്റ് ഇവന്റ്, ഇത് സെക്കൻഡ് ഇവന്റ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ കാർഡ് ഡ്രോൺ ഈസ് എ സ്പേഡ്. അപ്പം 52 കാർഡ്സ് ഉണ്ട്, അതിനകത്ത് നിന്ന് ഞാൻ ഒരു കാർഡ് എടുക്കുകയാണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് എ സ്പേഡ്. അപ്പോൾ സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ആകെ എത്ര സ്പേഡ് ഉണ്ട്? 13 സ്പേഡ് ഉണ്ട്. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 52, ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡ് ബൈ 52 ദറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതാമല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 52. എന്തുകൊണ്ടാണ്? എയ്സ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര എയ്സ് ഉണ്ട്? 4 എയ്സേ ഉള്ളൂ. സോ 4/52 അതെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1/30 എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കാണണമല്ലോ. ഇ ഇന്റർസെക്ഷൻ എഫ് എങ്ങനെ കാണും? ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും ഉള്ളത്, ഈ രണ്ട് ഇവന്റ്സിലും ഉള്ളത് കാർ ഡ്രോൺ ഈസ് എ സ്പേഡ് ആൻഡ് ദ കാർ ഡ്രോൺ ഈസ് ആൻ എയ്സ്. അപ്പം സ്പേഡും ആയിരിക്കണം എയ്സും ആയിരിക്കണം. സ്പേഡും ആയിരിക്കണം എയ്സും ആയിരിക്കണമെങ്കിൽ അങ്ങനെ എത്ര കാർഡുണ്ട്? അതായത് ആകെ 4 എയ്സേ ഉള്ളൂ. അത് ഓരോന്നിലും ഉണ്ട്. അതായത് സ്പേഡില്, ഹാർട്ടില്, ഡയമണ്ടില്, പിന്നെന്താണ് ക്ലബ്സിൽ, ഓരോന്നിലും ഓരോ എയ്സ് ആണുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ഷൻ വരുമ്പം എത്ര വരും? 1 അല്ല വരത്തുള്ളൂ,
സ്പെയ്ഡ് ആയിട്ടുള്ള ഏസ് എത്രയുണ്ട്? ഒരു ഏസേ ഉള്ളൂ അല്ലേ? സ്പെയ്ഡിൽ ഒരു ഏസേ ഉള്ളൂ. സോ 1/52 എന്ന് വരും. ഡൗട്ടില്ലല്ലോ. then അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് എന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ്. പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നമ്മൾ കണ്ടുപിടിച്ചു. ഇസ് ഈക്വൽ ടു 1/52 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 1/13. ദിസ് ഇസ് ഈക്വൽ ടു 1/4 വരും. 1/4 വരും. കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബിലിറ്റി ഓഫ് ഇയും പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫും 1/4 കിട്ടി. അതായത് പ്രോബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു 1/4. സോ ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എഫ് ബൈ ഇ കണ്ടുപിടിച്ച് നോക്കാം. പ്രോബിലിറ്റി ഓഫ് എഫ് ബൈ ഇ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ് ആണ്. സോറി, എഫ് അല്ല, ഇ. ഇവിടെ വരുന്നതാണല്ലോ ഡിനോമിനേറ്റർ വരുന്നത്. then this is equal to 1/52 ആണല്ലോ പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ. then പ്രോബിലിറ്റി ഓഫ് ഇ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് 1/4. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4/52 is equal to 1/13. അപ്പം പ്രോബിലിറ്റി ഓഫ് എഫ് നമുക്ക് കിട്ടിയത് 1/13 ആണ്. നേരത്തെ നമുക്ക് കിട്ടിയായിരുന്നു 1/13. is equal to പ്രോബിലിറ്റി ഓഫ് എഫ് ബൈ ഇ കിട്ടിയതും നമുക്ക് 1/13 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കൊരു കാര്യം മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇവന്റും സെക്കൻഡ് ഇവന്റും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഫസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ സ്പെയ്ഡിന്റെ കാര്യം പറഞ്ഞു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏസിന്റെ കാര്യമാണ്. അതായത് സ്പെയ്ഡ് എടുക്കുന്നതും ഏസ് എടുക്കുന്നതും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. സോ നമുക്ക് ഇവിടുന്ന് പറയാം, if two events are independent, probability of f is equal to probability of f by e and probability of e is equal to probability of e by f. So രണ്ട് conditions നമ്മൾക്ക് കിട്ടി. if two events are independent, then probability of, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. f by e is equal to probability of f. അതായത് ഫസ്റ്റ് തന്നെ എന്താണ് കണ്ടീഷൻ? പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഈ കേസ് കണ്ടോ, ഇതല്ലേ ഡിനോമിനേറ്ററിൽ വന്നത്. ഡിനോമിനേറ്റർ 0 ആയി പോകാൻ പാടുണ്ടോ? ഇല്ല. പ്രോബിലിറ്റി ഓഫ് ഇ നോട്ട് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് is equal to probability of E provided probability of F എന്ന് പറഞ്ഞാൽ not equal to 0. Okay. So if two events are independent, നമുക്ക് എഴുതാം പ്രോബിലിറ്റി, ഇത് നമ്മൾ ഓൾറെഡി കിട്ടിയാണല്ലോ, പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ്. പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എഫ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നല്ലോ പ്രോബിലിറ്റി ഓഫ് ഇ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ്. അതും എഴുതുന്നു. പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ. ഒരു കണ്ടീഷൻ ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. ഇത് ഓർത്ത് വെച്ചോളുക. അതായത് രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെച്ചോളുക. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറിയാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ തിയറിയിൽ in multiplication rule of probability, probability of E intersection F is equal to probability of E into probability of F where E has already happened. And നമ്മൾ പറഞ്ഞു ഫസ്റ്റിന്റെ probability into probability of second where first is already happened. നമ്മൾ പറഞ്ഞു. then അങ്ങനെയാണെങ്കിൽ ഇനി ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, if E and F are independent, then probability of
E intersection F is equal to probability of E into probability of F. അതെന്താണ്? പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ ഇ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് നമ്മൾ പഠിച്ചു. സോ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ probability of E intersection F is equal to probability of E into probability of F.